ഹലോ നല്ല നമസ്കാരം. ബേബി ഗേൾ ഒരു ഇമോഷണൽ ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു കിടിലം ഡ്രാമ എന്ന് പറയാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബേബി ഗേൾ മലയാള സിനിമയിലെ വളരെയധികം ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ക്രൈം ഡ്രാമയാണ്. തിരുവനന്തപുരത്തെ ഒരു ആശുപത്രിയിൽ നിന്നും ഏതാനും ദിവസങ്ങൾക്ക് മാത്രം പ്രായമുള്ള ഒരു പെൺകുഞ്ഞിനെ കാണാതാകുന്നു. തുടർന്നുണ്ടാകുന്ന അന്വേഷണമാണ് സിനിമയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത്. തിരക്കഥയും അതിൻ്റെ പ്രമേയവും ലിസ്ണർ സ്റ്റീഫൻ്റെ ആദ്യ നിർമ്മാണമായിട്ടുള്ള നമ്മുടെ ട്രാഫിക്കിൻ്റെ അതേ ആത്മാവുള്ള സിനിമയായിട്ട് വേണമെങ്കിൽ ഇതിനെ കരുതാം. വൈകാരികമായിട്ടുള്ള ഒരുപാട് ലെയറുകളുടെ കഥ പറയുന്ന ബേബി സഞ്ജയ് ശൈലി ഇവിടെയും നമുക്ക് പ്രകടമാണ്. കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയതിന് പിന്നാലെ ധാർമ്മികമായ ഒരുപാട് കാരണങ്ങൾ, യഥാർത്ഥത്തിൽ അമ്മയാകാൻ അർഹത ആർക്കാണ് എന്ന ഗൗരവമായ ചോദ്യവും സിനിമയിൽ ഉയർത്തുന്നുണ്ട്. ആദ്യ പകുതി വളരെ ഗംഭീരമായിട്ടുള്ളൊരു ത്രില്ലർ അനുഭവം നൽകുന്നുണ്ടെങ്കിലും രണ്ടാം പകുതി വളരെയധികം പ്രെഡിക്റ്റബിളും അതോടൊപ്പം തന്നെ ഒരുപാട് വലിച്ചു നീട്ടലും എനിക്ക് അനുഭവപ്പെട്ടു. ഈ സിനിമയുടെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത് ഇതിലെ അഭിനേതാക്കളാണ്, പ്രത്യേകിച്ച് സംഗീത് പ്രതാപ്. സിനിമയിലെ ഒരുപാട് സർപ്രൈസ് പാക്കേജ് സംഗീത് പ്രതാപിലൂടെയാണ് പുറത്തേക്ക് വരുന്നത്. ഒരുപാട് കോമഡി വേഷങ്ങളിലൂടെ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു പാറ്റേനല്ല, വളരെ ഗൗരവമായിട്ടുള്ള ഒരു പാറ്റേനാണ് പുള്ളിക്കാരൻ, ആ ഒരു മോഡുലേഷനാണ് പുള്ളിക്കാരൻ പിടിച്ചിട്ടുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ കാലിബർ ഇതിൽ പ്രകടമാക്കിയിട്ടുണ്ട് എന്ന് തന്നെ പറയണം. പിന്നെ എനിക്ക് ചില സ്ഥലങ്ങളിൽ സംശയം പോലും തോന്നിയിട്ടുണ്ട്. എന്താ ഇവർ ഹസ്ബൻഡ് ആൻഡ് വൈഫാണോ, അതോ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ടാണോ, അതോ ബ്രദറും പിന്നെ സിസ്റ്ററും ആണോ, അങ്ങനെയൊക്കെ ചില സംശയങ്ങൾ പോലും എനിക്ക് പല ആക്ടിങ്ങിലൂടെ അവർ ഇമോഷൻസിനെ പിന്നെ സംഗീത് പുറത്തെടുത്തപ്പോൾ എനിക്ക് പല സംശയങ്ങളും തോന്നിയിട്ടുണ്ട്. കാരണം അത് ഫസ്റ്റ് ഹാഫിൽ വളരെയധികം ത്രില്ലിങ് എലമെൻറ്റ് കൊണ്ടുവന്നിട്ട് അവസാനം വരെയും അതിനെ അദ്ദേഹം ക്യാരി ചെയ്ത് കൊണ്ടുപോവുകയാണ്. കാരണം നമ്മുടെ ഈ സിനിമയുടെ പ്രധാനമായ കഥാപാത്രം അദ്ദേഹമാണ് എന്ന് തന്നെ പറയാം. കഥാപാത്രം ലിജോ മോൾ ഒരു മികച്ച ഒരു പെർഫോമൻസ്. കാര്യം വെച്ചാൽ ലിജോ മോളിനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് അറിയാം, നല്ലൊരു പെർഫോമറാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് വൈകാരികമായിട്ടുള്ള സംഘർഷങ്ങളും വളരെയധികം സ്വാഭാവികമായിട്ടും ഒരു അമ്മയുടെ അല്ലെങ്കിൽ എന്താ പറയുക, അത് സ്പോയിലർ ആകാൻ പാടില്ല, അത് എന്താണ് എന്നുള്ള പറയാൻ പാടില്ല. അപ്പോൾ കിടിലമായിട്ടും നല്ല ഒരു പെർഫോമൻസ് തന്നെയാണ് ലിജോ മോൾ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ നിവിൻ പോളി എന്ന് പറയുമ്പോൾ നിവിൻ പോളിക്ക് സ്ക്രീൻ സ്പേസ് വളരെ കുറവാണ് എന്ന് തന്നെ പറയാം. പക്ഷേ നിവിൻ പോളി ഇതിൽ ഒരു ഗസ്റ്റ് റോളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. കാരണം സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് അതേപോലെ തന്നെയാണ് നമ്മുടെ പിന്നെ ജാഫർ ഇടിക്കും, അതേപോലെ ഗസ്റ്റ് റോളുകളിൽ അതോടൊപ്പം തന്നെ അസീസ് നെടുമങ്ങാട്, അങ്ങനെയുള്ള കുറേ പേര് ഗസ്റ്റ് റോളുകളിൽ വന്നു പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു കഥാപാത്രം എന്ന് പറയുന്നത് അഭിമന്യു തിലകൻ. അതാണ് അദ്ദേഹത്തിൻ്റെ അന്വേഷണാത്മകമായിട്ടുള്ള ചില പെർഫോമൻസ് കിടിലമാണ്. ഗംഭീര ഭാഷ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട്. ഗംഭീരമായിട്ടുള്ള ഭാഷയെ കൊണ്ട് മലയാളം നന്നായിട്ട് തന്നെ ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ചില സ്ഥലങ്ങളിലെ ഡയലോഗ് പ്രസൻറ്റേഷൻ അല്പം ക്രഞ്ചടിച്ചതായിട്ടൊക്കെ എനിക്ക് തോന്നി. പിന്നെ എനിക്ക് ഇതിൽ ഇഷ്ടപ്പെട്ടത് ട്രിവാൻഡ്രത്തെ മൊത്തത്തിൽ അങ്ങ് കാണിച്ചു. വെള്ളയമ്പലം, പാളയം, അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജ്, അങ്ങനെ മൊത്തത്തിൽ കൊച്ചുവേളി, വെട്ടുകാട്, അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങൾ ഇങ്ങനെ എനിക്ക് സുപരിചിതമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ കാണിച്ചു എന്നുള്ളത് പിന്നെ വളരെ മനോഹരമായിട്ട് തന്നെ അത് പിന്നെ പകർത്തി വച്ചിട്ടുണ്ട് എന്നുള്ളതും വളരെയധികം സന്തോഷം നൽകുന്ന ഒരു ഇതാണ്. ഇതിൻ്റെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ഒരു ഗംഭീരമായ പെർഫോമൻസ്, എല്ലാവരും അവരുടേതായിട്ടുള്ള ഭാഗങ്ങൾ വളരെ മനോഹരമായി തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറയാം. അതേപോലെ തന്നെ ഇതിൻ്റെ സാം സിയസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ സിനിമയുടെ ഒരു ത്രില്ലർ അന്തരീക്ഷം നിലനിർത്താൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട്. എന്നാൽ ചിലയിടങ്ങളിൽ സംഗീതം വളരെ അമിതമായി തോന്നുന്നു പോലെ ചില സ്ഥലങ്ങളിൽ എനിക്ക് ഫീൽ ചെയ്തു. കാരണം പ്രത്യേകിച്ച് ഈ കാറിനകത്ത് കുറേ സാധനങ്ങൾ, കുറേ സീനുണ്ട് കാറിനകത്ത്. അപ്പോൾ ആ കാറിനകത്ത് ആ പല സീനുകളും ഒരുമാതിരി വെറുപ്പിക്കൽ മ്യൂസിക് ചിലയിടത്തൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം നമ്മൾ
സെക്കൻഡ് ഹാഫിൽ വരുമ്പോൾ ലാഗ് വരുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ മ്യൂസിക് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. എങ്കിൽ പോലും വളരെ ചില സ്ഥലങ്ങളിൽ ഗംഭീരമായിട്ടുണ്ട്, ചില സ്ഥലങ്ങളിൽ അല്പം പിന്നെ മോശമായിരുന്നു പശ്ചാത്തല സംഗീതം. പിന്നെ ഇതിൻ്റെ സംവിധാനം, ഗരുഡൻ എന്ന ചിത്രത്തിന് ശേഷം അരുൺ വർമ്മയുടെ മികച്ചൊരു ശ്രമം, പിന്നെ അതോടൊപ്പം തന്നെ വിഷ്വൽ ക്വാളിറ്റിയിലും മേക്കിങ്ങിലും ഒരു എന്താ പറയുക, ഒരു പഴഞ്ചൻ സിനിമ ഒരു സ്റ്റൈലിലാണ് ഇതിൻ്റെ ഡയറക്ഷൻ ചെയ്തിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. പല ഷോട്ടുകളും ഒരു എന്താ പറയുക, ഒരു പിന്നെ 2020 ആ ടൈപ്പ്, പഴയ ആ ഒരു ടൈപ്പിലാണ് പല സീനുകളെയും അല്ലെങ്കിൽ പല ഫ്രെയിമിനെയും എടുത്തു വച്ചിരിക്കുന്നത്. ട്രിവാൻഡ്രത്തെ മുഴുവനായി കാണിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു പഴഞ്ചൻ രീതിയിലാണ് പല ഫ്രെയിമുകളും എടുത്തു വച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പ്രേക്ഷകരെ ഒരുപാട് വൈകാരികമായി സ്പർശിക്കുന്ന ഒരു പ്രമേയമാണ്. അതോടൊപ്പം തന്നെ സംഗീത് പ്രതാപിൻ്റെയും ലിജോ മോളുടെയും വളരെ കിടിലം പെർഫോമൻസ്, അതോടൊപ്പം തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആദ്യ പകുതി, പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിന് നല്ലൊരു മെസ്സേജ് നൽകുന്ന കുറേ സാധനങ്ങൾ. പിന്നെ ഇതിൻ്റെ പോരായ്മകൾ എന്ന് പറയുമ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷനിലെ ആ ഒരു ലോജിക്കില്ലായ്മ, കുറേ മണ്ടത്തരങ്ങളൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. പിന്നെ രണ്ടാം പകുതിയിൽ ആ ഒരു ലാഗ്, പിന്നെ ക്ലൈമാക്സിലെ ചില ട്വിസ്റ്റുകൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുന്ന കുറേ സാധനങ്ങൾ. പിന്നെ കുറ്റകൃത്യങ്ങളെ എങ്ങനെയൊക്കെ വെളുപ്പിക്കാൻ ശ്രമിച്ചാലും അത് കുറ്റം തന്നെയാണ് എന്നുള്ളതാണ് സത്യം. മൊത്തത്തിൽ ബേബി ഗേൾ ഒരു പെർഫെക്റ്റ് ത്രില്ലർ എന്ന് പറയുന്നതിനപ്പുറം ഒരു കുടുംബ പ്രേക്ഷകർക്ക്, ത്രില്ലർ ഇഷ്ടപ്പെടുന്നവർക്കുമൊക്കെ തിയേറ്ററിൽ പോയി കാണാവുന്ന ഒരു എബോ ആവറേജ് ചിത്രമായിട്ടാണ് എനിക്ക് ബേബി ഗേൾ ഫീൽ ചെയ്തത്. ഒരു എന്താ പറയുക, തിരക്കഥയ്ക്കപ്പുറം ഇത് ഒരു നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കുറേ സബ്ജക്റ്റിൻ്റെ വളരെ ഗംഭീരമായിട്ട് അവതരിപ്പിക്കാൻ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, താങ്ക് യു.